പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ മുഖാന്തരം ഇന്ന് നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 വീഡിയോകളിലും ഫിലമോൻ എന്ന പുസ്തകത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ഫിലമോനെ കുറിച്ചുള്ള നല്ല സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2, അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എന്ന പുസ്തകത്തിന് വേണ്ടി ലേഖനം എഴുതുമ്പോൾ ഫിലമോനോട് പറയുന്നതായ ഉപദേശം. അപ്പോസ്തലനായ പൗലോസ് രണ്ടാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് ഫിലമോനോട് പറയുന്ന ഉപദേശം. അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഫിലമോന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയരെ, അന്ന് ഫിലമോൻ എന്ന് പറയുന്ന ഈ വ്യക്തി നല്ല ഒരു വ്യക്തിയായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു. അവിടെ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, താഴോട്ട് വായിക്കുമ്പോൾ ഫിലമോന്റെ ഗുണങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫിലമോൻ ദൈവദാസന്മാരെ മതിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഫിലമോൻ എന്ന വ്യക്തിക്കുണ്ടായിരുന്നു. 2-ാമത്തെ ഫിലമോന്റെ ഗുണം എന്ന് പറയുന്നത്, അവൻ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ് ഫിലമോനുണ്ടായിരുന്നു. അവരെ ശ്രദ്ധിക്കാനും അവരെ പരിചരിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഒക്കെ തയ്യാറായിരുന്ന ഒരു അനുഭവം ഫിലമോന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുപോലെ അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അടുത്ത് പറയുന്നത്, അവൻ നേതാവായതുകൊണ്ട് പെട്ടെന്ന് ആരും അവനോട് സംസാരിക്കാൻ തയ്യാറാകില്ല. കാരണം എല്ലാവർക്കും അവനോട് ഒരു ചെറിയ ഒരു ഭയവും ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ ഫിലമോന്റെ ചില ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, ദൈവദാസന്മാരെ മതിക്കുന്ന അല്ലെങ്കിൽ അവരെ ആദരിക്കുവാൻ താല്പര്യമുള്ളവൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ സൽക്കരിക്കുവാനും തയ്യാറുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ. അതുപോലെ തന്നെ അവൻ നേതാവായതുകൊണ്ട് ആ ദേശത്തിനകത്ത് അവനോടൊരു ചെറിയൊരു ഭയം മറ്റുള്ളവർക്കുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ചില ഗുണങ്ങൾ ഫിലമോനുണ്ടായിരുന്നു. ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഫിലമോനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. ഈ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള ഒരു മനസ്സാണ് ഇന്ന് ലോകത്തിന് ഇല്ലാതെ പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും ജാതിയുടെ ആയാലും മതത്തിന്റെ ആയാലും വർഗത്തിന്റെ ആയാലും പാർട്ടിയുടെ പേരിലായാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ, ഒരു മനസാക്ഷി കുത്തില്ലാതെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ ഒരുപോലെ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഓരോ വ്യക്തികളും തൻ്റെതായ അഭിപ്രായങ്ങളിൽ മാത്രം നിന്നുകൊണ്ട്, ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ എന്തിന് ഞാൻ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്യക്തികളും ഓരോ നിലവാരങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഇന്ന് ലോകത്തിനകത്ത് നമുക്ക് വെറുതെ ഒന്ന് നടക്കുന്നതിന് വരെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ ഈ ഫിലോമോനെ കുറിച്ച്, ഇത്രയും ഗുണങ്ങളുള്ള ഫിലോമോനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നതായ ചില ഉപദേശങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് അപ്പോസ്തലനെ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിലുള്ള സ്നേഹം എല്ലാവരോടും ഉണ്ടാകണം. ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരോടും നാം കാണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പൗലോസ് പറയുവാനായിട്ടിടയാകും. രണ്ടാമത്, നിനക്ക് പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ ദൈവത്തെ തിരഞ്ഞ് നിനക്ക് പ്രയോജനമുള്ളവനായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് അവിടെ പറയുന്നു. അത് ആരെക്കുറിച്ച് പറയുന്നു നമുക്കറിയാമല്ലോ. ചെറിയ ഒരു കുറ്റം ചെയ്തത് കാരണം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ ഓനേസിമോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ മാനസാന്തരത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവൻ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു എന്നൊരു ഉപദേശം അവിടെ പറയുകയാണ്. അടുത്ത ഉപദേശം എന്ന് പറയുന്നത്, ഓനേസിമോസിനെ ഒരു തടവുകാരനായിട്ടല്ല ഇന്ന് നീ കാണേണ്ടത്. ഓനേസിമോസ് നിന്റെ സഹോദരനായിട്ട് നീ കാണുവാൻ തയ്യാറാകണം എന്ന് ഫിലോമോനോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അടുത്ത നാലാമത്തെ ഭാഗം പറയുകയാണ്, ക്രിസ്തുവിൽ ജനിപ്പിച്ചതാണ് ഓനേസിമോസ് എന്ന വ്യക്തിയെ, അതുകൊണ്ട് നീ അവനെ സ്വീകരിക്കണം എന്ന് പറയുവാനായിട്ടിടയായി. ഈ പൗലോസിനെ കുറിച്ച് ഫിലോമോനോട് ചോദിച്ചാൽ ഫിലോമോന് പറയാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ചരിത്രകാരൻ പറയുന്നത് എഫെസോസിൽ വെച്ച് പൗലോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്, ക്രിസ്തുവിലായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വീട്ടിനകത്തൊരു ചർച്ച ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ് ഫിലോമോൻ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ ഈ പൗലോസിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടെ പൗലോസ് ഫിലോമോന് ലേഖനം എഴുതുവാനായിട്ടിടയാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, എന്തൊക്കെയാണ് നമ്മുടെ പക്കലുണ്ട് എന്ന് നമ്മൾ അഭിമാനിച്ചാലും, ദൈവത്തിന് ആഗ്രഹിക്കുന്നതായ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായി വേദപുസ്തകം നമ്മോട് പറയുന്നു. ഇവിടെ പൗലോസ് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്, ക്രിസ്തുവിലുള്ള സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടാകണം. ഇന്ന് സഭകളിലായാലും ശരി, കുടുംബത്തിനകത്തായാലും ശരി, അത് മറ്റുള്ള സ്ഥാനങ്ങളിലായാലും ശരി, സ്നേഹം എന്ന് പറയുന്നത് ജീവിതങ്ങളിൽ കാണുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വളരെ വ്യക്തമായിട്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിനകത്ത് സ്നേഹത്തിന് കുറവുണ്ടോ? നാം എന്നെ പോലെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ പോലെയാണോ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നത് എന്നതിനെ കുറിച്ച് ഈ നാളുകളിൽ പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കുറഞ്ഞവനായാലും ശരി, കർത്തവനായാലും ശരി, മറ്റുള്ള കാസ്റ്റുകാരായാലും ശരി, മറ്റുള്ള മതത്തിലുള്ളവർ ആയാലും ശരി, സകലരെയും ഒരുപോലെ കാണുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നതിനെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. സ്നേഹത്തിനെ കുറിച്ച് ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. പക്ഷേ അത് ഒറ്റ വാക്കിൽ, സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ പറയുവാൻ താല്പര്യപ്പെടുന്നത്, സ്നേഹം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തേക്ക് കടന്നു വന്ന ലാസ്റ്റ് തന്റെ ശുശ്രൂഷയിൽ താൻ സ്നേഹത്തിന്റെ ശുശ്രൂഷയായിരിക്കുന്ന പാദ ശുശ്രൂഷ അവിടെ നടത്തുവാനായിട്ടിടയായി. അതുമാത്രമല്ല ചെയ്തത്, കാൽവരി മരക്കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായ ദൈനികമാകുന്ന കഷ്ടപ്പാടുകളെ ഓർത്തിട്ട് അവിടെയും ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകയാൽ ഇവരോട് ക്ഷമിക്കണം എന്നൊരു ഭാഗം ക്രിസ്തു അവിടെ ക്രൂശിൽ കിടന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ആ വചനം വെളിപ്പെടുത്തുകയാണ്.
എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആരാധനയ്ക്കൊരു വ്യത്യാസമുണ്ടാകും, നമ്മുടെ സ്വഭാവങ്ങൾക്കൊരു വ്യത്യാസമുണ്ടാകും, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു വിടുതലുണ്ടാകും. നാം ചെയ്യുന്ന ശുശ്രൂഷകൾ, നാം വായിക്കുന്ന ഓരോ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസമുണ്ടാകുവാനായിട്ട് ഇടയാകും എന്നതിനെ കുറിച്ച് പൗലോസ് വ്യക്തമായി അവിടെ പറയുകയാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്നേഹം എന്ന് പറയുന്ന അനുഭവം ജനത്തിന്റെ ഇടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെ റെയറാണ് ഇന്ന് സ്നേഹം എന്ന് പറയുന്ന ഒരു അനുഭവത്തെ കാണാൻ. ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു അനുഭവം അത് സ്വന്തം വീട്ടിനകത്ത് പോലും ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് സഭയ്ക്കകത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത്? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ആഴമായി സ്നേഹിക്കുന്ന സ്നേഹപ്രകടനങ്ങളെ നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, സ്നേഹമെന്ന് പറയുന്നത്, യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്, ആത്മാർത്ഥത സ്നേഹമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സമാധാനത്തെ കെടുത്തുന്നതല്ല. ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് സകലർക്കും സന്തോഷം പകർത്തുന്ന ഒരു സ്വഭാവമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് പലരും ഒരാളെ സ്നേഹിക്കണമെങ്കിൽ മറ്റാളെ വെറുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കലാപങ്ങളും ഇത്രയധികമാകുന്ന കുറ്റകൃത്യങ്ങളും ലോകത്തിനകത്ത് സംഭവിക്കുന്നത്. ലോകത്തിനകത്ത് ഒത്തിരി നിയമസാധ്യതകളൊക്കെ ഉണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ലോകത്തിനകത്ത് ഈ പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ കൂടുന്നു എന്ന് ചോദിച്ചാൽ, ആളുകളുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥമായ ഒരു സ്നേഹം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സ്നേഹത്തെ വ്യക്തമായിട്ട് ഫിലമോനോട് പറയുന്നത്. ഫിലമോന്റെ ജീവിതത്തിൽ ഒത്തിരി ആദരിക്കപ്പെടുന്നവരാണ്. ഒത്തിരി നന്മകൾ പറയാനായിട്ടുണ്ട്, ഒത്തിരി സാക്ഷ്യം ഫിലമോനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. പക്ഷേ പൗലോസ് പറയുകയൊക്കെ ശരിയാണ്. പക്ഷേ ഈ നാളുകളിൽ എല്ലാവരെയും സ്നേഹിക്കുവാൻ, ഒരുപോലെ സ്നേഹിക്കുവാൻ, ഒരപ്പത്തിന്റെ അംശയായി കാണാൻ നാം ഈ നാളുകളിൽ തയ്യാറാകുമെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തമായ ഒരു സന്തോഷം, സമാധാനം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇവിടെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ 2 ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1 ഫിലമോന്റെ ഗുണങ്ങൾ, 2 പൗലോസിന്റെ ഉപദേശങ്ങൾ. ഈ 2 ഭാഗങ്ങളും നമ്മൾ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും നമ്മെ ഉണർത്തുന്ന ഒരു ഭാഗം ഇത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും എത്ര നല്ല ഗുണമുണ്ടെങ്കിലും സ്നേഹം ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ക്രൈസ്തവോ ആദിമ കാലഘട്ടങ്ങളിൽ തന്നെ സ്നേഹത്തിന്റെ വില നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ സ്നേഹബന്ധം, രക്തബന്ധം, ആത്മബന്ധം എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, ഹാവേലും കയ്യിനും യാഗം കഴിക്കുവാൻ പോയി. അവിടെ കയ്യിന്റെ യാഗത്തിൽ പ്രസാദിക്കാത്തത് കൊണ്ട് കയ്യിന്റെ മുഖം വാടി. ആ മുഖം വാടിപ്പോകുന്ന അനുഭവം ഹാവേലിനെ കൊല്ലുന്ന അനുഭവത്തിലേക്ക് മാറുവാനിടയായി. ആദിമ കാലഘട്ടങ്ങളില് സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കൊല്ലുവാനും മറ്റുള്ളവരെ തകർക്കുവാനുമുള്ള ചിന്തകളിലേക്ക് മനുഷ്യൻ ഓടി. അത് തന്നെയാണ് ഇന്നും ലോകത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ നിന്നും ഒരു മുന്നേറ്റം നമുക്കുണ്ട് എങ്കിൽ ഒരിക്കൽ നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ഇതൊക്കെ മറന്നുകൊണ്ട്, വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറന്നുകൊണ്ട്, മറ്റുള്ളവരോട് സ്നേഹിക്കുവാൻ കഴിയാത്ത പ്രയാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ, മറ്റുള്ളവരെ സഹോദരനെ പോലെ കാണാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിനകത്തും വെളിപ്പെട്ട് വരുന്നത്. ചില വീട്ടിനകത്ത് പരസ്പരം യഥാർത്ഥമായ സ്നേഹമില്ലാത്തത് കൊണ്ട്
ആലയത്തിനകത്ത് വിശ്വാസികൾ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അവിടെ അവരെന്നെ സ്നേഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ വീട്ടിനകത്ത് സ്നേഹിക്കുവാനൊന്ന് തയ്യാറാകട്ടെ. എല്ലാവരും ഒരുപോലെ കാണുവാൻ തയ്യാറാകട്ടെ. അങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ലമോനോട് പറയുന്നത്, അങ്ങനെ നീ സ്നേഹിച്ച് ഒനേസിമോസിനെ നീ സഹോദരനെ പോലെ തടവുകാരനായിട്ടല്ല, അടിമയായിട്ടല്ല, ആമേൻ, ഒരു സഹോദരനായിട്ട് കാണാൻ തയ്യാറാകുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്. നിശ്ചയമായിട്ടും ആലയത്തിനകത്ത് ഒരു വർധനമുണ്ടാകും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഒരുവനായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി എന്ന വ്യക്തിയുടെ അവൻ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് നമ്മിൽ ഉണ്ടാകണം. അത് നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് സന്തോഷകരമാകുന്ന നിലവാരങ്ങളെ അനുഭവിക്കുവാൻ കഴിയണം. ആ ഒരു അനുഭവത്തിൽ വളരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധനവിന് കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.